വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇൻ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ വംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ യതനാസഊന ഫീഹാ കഅസൻ ലാ ലഗ്വും ഫീഹാ വലാ തഅസീം. സത്യവിശ്വാസികളും വിശ്വാസത്തിൽ അവരെ അനുഗമിച്ച അവരുടെ സന്താനങ്ങളും സ്വർഗത്തിൽ അവരുടെ സന്താനങ്ങളെ നാം അവരോട് ചേർത്തിരിക്കുന്നു. അവരുടെ കർമ്മഫലത്തിൽ നാം ഒരു കുറവും വരുത്തുകയില്ല. ഓരോ വ്യക്തിയും തൻ്റെ പ്രവർത്തനത്തിന് പകരം പണയത്തിലാണ്. അവർ ആശിക്കുന്ന പഴങ്ങളും മാംസവും നാം അവർക്ക് ധാരാളം കൊടുക്കും. അവരിതിൽ പാനപാത്രങ്ങൾ പരസ്പരം കൈമാറും. അവിടെ ഒരു അനർത്ഥവാക്കും പ്രവൃത്തിയും ഉണ്ടാകില്ല. ചിപ്പികളിൽ ഒളിഞ്ഞുകിടക്കുന്ന മുത്തുകളെപ്പോലെ അഴകാർന്ന ഭൃത്യന്മാർ അവർക്ക് ചുറ്റും ഉണ്ടാകും. അവർ പരസ്പരം അഭിമുഖീകരിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അവർ പറയും, ഇതിനു മുമ്പ് നാം നമ്മുടെ കുടുംബത്തിൽ ഭയന്നു ജീവിച്ചവരായിരുന്നല്ലോ. അത് കാരണം അള്ളാഹു നമുക്ക് കനിഞ്ഞേകി. നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ സംരക്ഷിച്ചു. ഇതിനു മുമ്പ് നാം അവനെ ആരാധിക്കുന്നവർ തന്നെയായിരുന്നല്ലോ. നിശ്ചയം അവൻ ഏറെ ഗുണം ചെയ്യുന്നവനും പരമദയാലുവുമാണ്. അതിനാൽ നബിയെ, താങ്കൾ ഉത്ബോധനം നടത്തുക. താങ്കളുടെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ താങ്കളൊരു ജ്യോത്സ്യനുമല്ല, ഭ്രാന്തരുമല്ല. സത്യവിശ്വാസികൾ അവരുടെ സന്താനങ്ങളെ സന്മാർഗത്തിലായി വളർത്തിയാൽ സ്വർഗത്തിൽ ആ മാതാപിതാക്കളോട് കൂടെ മക്കളെയും ഒരുമിപ്പിക്കും. മക്കൾ എത്ര താഴ്ന്ന പടിയിലാണെങ്കിലും മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തും. ആ മാതാപിതാക്കളുടെ മനം കുളിർപ്പിക്കാനാണത്. ഭൗതിക ലോകത്ത് റബ്ബിനെ ഭയന്നും അവൻ്റെ ശിക്ഷയെ പേടിച്ചും കഴിഞ്ഞുകൂടി പാപങ്ങളും സുഖസൗകര്യങ്ങളും വർജിച്ചു. പക്ഷേ അവർ പറയുന്നു, അദ്ദേഹം ഒരു കവിയാണ്, വല്ല കാലദോഷവും അദ്ദേഹത്തെ ബാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കൾ പറയുക, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക, പ്രതീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട്. അതോ അവരുടെ സ്വപ്നങ്ങൾ ബുദ്ധി ഇങ്ങനെ പറയാൻ അവരെ നിർബന്ധിക്കുകയാണോ? അതൊന്നുമല്ല, അവർ ധിക്കാരികളായ ഒരു സമൂഹമാണ്. അതോ ഈ ഖുർആൻ ഇദ്ദേഹം കെട്ടിച്ചമച്ചതാണ് എന്നാണോ അവർ പറയുന്നത്? വാസ്തവം അതല്ല, അവർക്ക് വിശ്വാസമില്ല, അത്ര തന്നെ. കെട്ടിച്ചമച്ചതാണെന്ന വാദത്തിൽ ഇവർ സത്യാസന്ധരാണെങ്കിൽ ഇവരും ഇതിന് തുല്യമായ ഒരു വൃത്താന്തം കൊണ്ടുവരട്ടെ. അതുമല്ല, ഒന്നുമില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അല്ല, അവരാണോ വാനങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത്? പക്ഷേ അവർ ഒന്നും ഉറപ്പിക്കുന്നില്ല. അല്ല, അവരുടെ അടുത്താണോ താങ്കളുടെ റബ്ബിൻ്റെ ഖജനാവുകൾ? അതോ അവരാണോ മേലധികാരികൾ? അതല്ല, കയറിച്ചെന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ ഉതകുന്ന വല്ല ഗോവണിയും അവർക്കുണ്ടോ? എന്നാൽ അവരിൽ നിന്ന് കേൾക്കുന്നവൻ വ്യക്തമായൊരു തെളിവ് കൊണ്ടുവരട്ടെ. അല്ല, അള്ളാഹുവിൻ്റെ പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണോ? അതോ താങ്കൾ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുകയും അത് കാരണം അവർ കടത്തിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ടോ? സ്രഷ്ടാവില്ലാതെ അവർ സ്വയം ഉണ്ടായതോ തന്നെത്താൻ ഉണ്ടാക്കിയതോ ആണോ? അതെല്ലാം അസംഭവ്യങ്ങളും ശുദ്ധ വിവരക്കേടുമാണ്. സ്വയംഭൂ അല്ലെങ്കിൽ അവർ തങ്ങളുടെ സ്രഷ്ടാവിൽ വിശ്വസിക്കണം. അതാണ് ബുദ്ധി.